സ്വന്തം പോയിട്ട് പറ്റാ പോയിട്ട് വാ. വരുന്നില്ലല്ലോ അല്ലേ? ഞാൻ വരുന്നില്ല ഇപ്പം. അങ്ങനെ രാവിലെ പോകുന്നുണ്ടെങ്കിൽ പോവാ. സാധിച്ചൊങ്ങനെ കഴിയുന്നില്ല. ഒന്നാമത് പോയിട്ട് വാ. പോയിട്ട് വരാ. ശരിയാ. അങ്ങനെ അച്ഛൻ വരുന്നില്ല എന്ന് അറിയിച്ചപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. അച്ഛനോട് രാവിലെ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ വൈകുന്നേരം പ്രശ്നക്കടവ് പോകുന്നുണ്ടെന്നും അച്ഛൻ വേണമെന്നും പറഞ്ഞതാണ്. അന്നേരം വരുന്നു സമ്മതിക്കുകയും ചെയ്തതാണ്. പിന്നീട് അച്ഛൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ചെറുങ്ങനെ ഛർദ്ദിച്ചുവേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദഹനത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ കാടി അങ്ങനെ യാത്ര ചെയ്യാറില്ല. അതുകൊണ്ടാണ് അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും പിള്ളമാരും രാധിയും കുട്ടി നേരെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പ്രശ്നക്കടവിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ നഷ്ടം വൈകിയെല്ലാം നല്ല അടിച്ചു പൊളിച്ചു. അപ്പോൾ അവർ കുറേയായി യാത്ര ചെയ്യാതെ നമ്മയും നല്ല സന്തോഷത്തോടെയാണ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ നമ്മ നേരെ മുത്തപ്പൻ്റെ തിരുനടയിലേക്ക് മെല്ലെ കടക്കാൻ നേരം ഒരുപാട് നമ്മളെ പരിചയമുള്ള ആൾക്കാർ, നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെല്ലാം നമ്മളോട് കുശലാന്വേഷണം നടത്തി കേട്ടാ. അതെല്ലാം ഒരു ഭാഗ്യം തന്നെയല്ലേ. അതെല്ലാം മുത്തപ്പൻ്റെ കടാക്ഷം കൊണ്ട് കൂടിയാണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ആയത്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഉച്ചയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരോടും അങ്ങനെ വർത്താനം പറഞ്ഞ് നേരെ നമ്മ അമ്പലത്തിൻ്റെ പുഴക്കരയിലേക്ക് കാലും മുഖമെല്ലാം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കാലും മുഖമെല്ലാം കഴുകി നേരെ മുത്തപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മെല്ലെ കടന്നു. വൈകുന്നേരം നല്ല രസമായിരുന്നു, പ്രത്യേകിച്ച് ആ പുഴയെല്ലാം കാണാൻ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ചൈതന്യം തന്നെയാണ് ലഭിക്കുന്നത്. കാരണം മുത്തപ്പൻ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂരുകാർക്ക് മാത്രമല്ല, എല്ലാ സ്ഥലത്തുമുള്ള ഭക്തന്മാർക്കായാലും മുത്തപ്പൻ വിളി കേൾക്കും. നമുക്ക് അങ്ങനെല്ലാം ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ എത്ര ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. അതുപോലെ തന്നെ മുത്തപ്പൻ്റെ പ്രസാദം പയറും നമ്മുടെ തേങ്ങാപ്പൂളും, അപ്പോൾ അതും നമ്മൾ സന്തോഷത്തോടെ അങ്ങനെ അവിടുന്ന് കഴിച്ചു. കുറച്ച് നുർമാലി നമ്മൾ വാങ്ങുകയും ചെയ്തു കേട്ടോ, വീട്ടിലേക്ക് അച്ഛനും അമ്മക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നുർമാലയം നമ്മൾ അവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് തന്നെ തരും. അതെല്ലാം തന്നെയാണ് ഇവിടെ പ്രശ്നക്കടവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ നേരവും ഉച്ചഭക്ഷണമായാലും ചായ ആയാലും എല്ലാം അവിടുന്ന് ലഭിക്കും. എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ലഭിക്കും. അങ്ങനെ നമ്മൾ ഉള്ളിൽ തൊഴുത് പ്രസാദം കഴിച്ച് നേരെ ബോട്ട് ജട്ടിയിലേക്ക്, പിള്ളമാർക്ക് ബോട്ട് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ വൈകുന്നേരം ബോട്ടിൻ്റെ മനോഹാരിത എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നേരെ ബോട്ട് കയറാൻ ഉള്ള തയ്യാറെടുപ്പോടെ നേരെ ബോട്ട് ജട്ടിയിലേക്ക് അങ്ങനെ നടന്നു. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സർവീസാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വൈകിയും നഷും ലതിയും നവലും അങ്ങനെ ലാസ്റ്റ് ഞാനും അങ്ങനെ കടന്നു ചെന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ നമ്മുടെ ഹിന്ദി സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളായ കുറേ ഹിന്ദിക്കാരും ഉണ്ട്. അങ്ങനെ അവരോടുള്ള അങ്ങനെ നമുക്ക് അറിയുന്ന ഭാഷയിൽ അങ്ങനെ സംസാരിച്ചു. അങ്ങനെ നമ്മളെ ഈ ബോട്ടിൻ്റെ ജീവനക്കാർ പ്രത്യേകിച്ച് പറയണം, നല്ല സഹകരണമാണ്. നല്ലോണം നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കും അവർ. നല്ല പാട്ട്, അടിപൊളി പാട്ടെല്ലാം ഇടും, ഡാൻസ്. അങ്ങനെ കുറേ നമ്മുടെ അവരെല്ലാം കളിക്കുമ്പോൾ എനിക്കും ഡാൻസ് കളിക്കാൻ തോന്നി. അങ്ങനെ ഞാനും കുറച്ച് ഡാൻസ് കളിച്ചു. പ്രത്യേകിച്ച് ഈ നമ്മളെ നശ്വിനും വേഗിനിയും നവലിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർക്ക് എന്തോ ഒരു മടി. അവർ പിന്നീട് അവിടെ പോയിട്ട് ആ ചേച്ചിമാരോട് കൂടെ കുറച്ച് കളിച്ചിരുന്നേ, എൻ്റെ ഒപ്പം കളിക്കാൻ നിന്നിട്ടാ. അങ്ങനെ പുഴയുടെ മനോഹാരിതയൊക്കെ നമ്മൾ നല്ല വൈകുന്നേര സായനത്ത് നല്ല ആസ്വദിച്ചുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അച്ഛൻ വരാതെ ഒരു പ്രയാസം, അമ്മേനെ കൂട്ടാൻ പറ്റാതെ മറ്റൊരു പ്രയാസം. അപ്പോൾ അമ്മക്ക് എന്തായാലും വരാൻ ആവൂല. അമ്മയും അച്ഛനെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഞാനടക്കം വല്ല സന്തോഷം ആയിരുന്നു. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം, ചില സമയത്തൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമെല്ലാം ഉണ്ടാവും. അപ്പോൾ മുത്തപ്പൻ തന്നെ കടാക്ഷിക്കട്ടെ, അച്ഛൻ്റെ അമ്മയുടെ രോഗമെല്ലാം പെട്ടെന്ന് മാറ്റട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ബോട്ട് യാത്രയും നമ്മൾ ആസ്വദിച്ചു. അങ്ങനെ മെല്ലെ പുറത്തേക്ക് ബോട്ട് യാത്ര അവസാനിച്ചു. സംഭവം അടിപൊളി അല്ലേ? അപ്പോൾ
ഒരാൾക്ക് 40 റുപ്യാണേ മുതിർന്നവർക്ക്. കുട്ടികൾക്ക് പൈസ വേണ്ട. അപ്പം എനക്കും ലതക്കും നവലിനുമാണ് പൈസ കൂട്ടിയത്. അശ്വിനും ബൈക്കും ഫ്രീ അല്ലേ? നച്ചിന് പൈസ വേണ്ട. കുഞ്ഞു പൊട്ടിന് പൈസ വേണ്ട. അവന് പൈസ വേണ്ട. അപ്പൊ ഇന്നത്തെ മുത്തപ്പൻ സന്നിധിയിലെ സായാഹ്നം അടിപൊളിയായി അല്ലേ? ഷിജുവിനെ കാണുന്നില്ല, അവൻ വന്നിട്ടല്ല, നമ്മുടെ ഡ്രൈവർ വന്നിട്ടാ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തോട്ടാ, ഞാനും ലതയും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ. ലതയ്ക്ക് ഭയങ്കര നിർബന്ധം ഇങ്ങനെ ചേർന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കണല്ല. അപ്പോൾ നല്ല ഫോട്ടോ ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പെട്ടെന്ന് കിട്ടുന്ന ഫോട്ടോ ആണ്, 10 മിനിറ്റ് കൊണ്ട് ഇതേപോലെ ഫോട്ടോ കിട്ടും കേട്ടോ. അങ്ങനെ ഫ്രെയിമും ആക്കി, ഫ്രെയിം അടക്കം 500 റുപ്യാന്നേ. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളി ഫോട്ടോ ആണ്. അപ്പോൾ പിള്ളേർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല മോശമില്ല, നല്ല രസമുണ്ട്. പിന്നീട് കുറേ സമയം കൂടെ ഇങ്ങനെ പുഴക്കാർക്ക് നമ്മൾ ഇങ്ങനെ ചിലവഴിച്ചു കേട്ടോ. അങ്ങനെ മുത്തപ്പൻ അമ്പലം ഒന്നും കൂടി നമ്മൾ ഇങ്ങനെ നോക്കി, എത്ര കണ്ടു കഴിഞ്ഞാലും മതിയാവില്ല. പ്രത്യേകിച്ച് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും, പരിചയമില്ല ഒരുപാട് ആൾക്കാർ നമ്മളോട് വർത്തമാനം പറഞ്ഞു. അതെല്ലാം തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ മുത്തപ്പൻ്റെ ഒരിക്കൽ കൂടി തൊഴുതിട്ട് നമ്മൾ നേരെ അമ്പലത്തിന് പുറത്തേക്ക് കേട്ടോ. അമ്പലത്തിന് പുറത്ത് കിടക്കുമ്പോൾ കുറേ നമ്മളെ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരോടെല്ലാം ചിരിച്ചു. പെട്ടെന്ന് ചേച്ചി നമ്മളെ അരുവത്തേക്ക് വന്നു കേട്ടോ. കരിവുള്ളൂരിലെ ഒരു ചേച്ചിയാണ്. അപ്പോൾ അവരോട് നമ്മൾ കുശലാന്വേഷണം നടത്തി. അങ്ങനെ ചേച്ചിയോടെല്ലാം ഇത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് നേരെ ഒരു കടയിലേക്ക്. അപ്പോൾ നഷുവിനും നവലിനല്ല വൈകക്കും ഒരു മാല മേടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നവലോട് ചോദിച്ചത്. അപ്പോൾ നവൽ പറഞ്ഞു നവലിനൊന്നും വേണ്ടാന്ന്. ഷിജു, ഇതാണ് നമ്മളെ സുഹൃത്ത് ഷിജു കേട്ടോ. അങ്ങനെ വൈകക്കും നഷുവിനും ചെറിയൊരു മാല വാങ്ങി. അവർ അത്രയും പറഞ്ഞിട്ടു, ചെറിയതേ വാങ്ങാൻ പറഞ്ഞിട്ടാ. അങ്ങനെ നമ്മൾ മടക്കായി കേട്ടോ. മുത്തപ്പനെല്ലാം തൊഴുതു, ബോട്ടിൽ കയറി. അച്ഛനമ്മയും വരാതെ വിഷമമുണ്ട്, അമ്മക്ക് വരാനാവില്ല. അച്ഛനാണെങ്കിൽ അച്ഛനന്ന് കയ്യാനായി പോയി, കയ്യുന്നുണ്ടാകുന്ന വരട്ടയും. അപ്പം ഈ നാട്ടിലൊക്കെ കയറി ആ വാ ഒതുങ്ങി. അച്ഛാ എന്താ നുർമാരി നുർമാരി പിടിക്കും. അച്ഛനമ്മ കുറേ ആൾ ചോദിച്ചിനി. എന്നാ എന്റെ മാലികതാ, നീ എന്താ എടുക്കാണ്ട് പോയി? അല്ല എടുക്കറമ്മേ. ഇതെയാ, എന്നാ കൈ പറ്റുന്നു.